ഇന്ന് നമ്മൾ കിരീടത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അത് എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാം, ഒരു മെഷർമെൻറ്റിൽ എങ്ങനെ വരയ്ക്കാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഫേസിൻ്റെ തൊട്ട് മുകളിൽ, ഇത് നെറ്റിയുടെ ഭാഗമാണ് വരിക. അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന ഒരു ഡിസൈനാണ്. ഭൂരിഭാഗം കിരീടങ്ങൾക്കും ഈ ഒരു ഡിസൈനോടെയാണ് തുടങ്ങുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് ബാക്കി ഭാഗങ്ങൾ വരിക. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നാണ്. ചെറിയൊരു മെഷർമെൻ്റ് ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അതായത് മുഖം രണ്ട് ഭാഗവും ഈക്വലായിട്ട് വരുന്ന ഒരു രീതിയിലാണ് നമ്മളിത് സങ്കല്പിക്കുന്നത്. ചിലപ്പോൾ സൈഡ് പോസ് ആണെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം നേരെ ഇരിക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനൊന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു മാർക്ക് ഒരു അടയാളപ്പെടുത്തുകയാണ്. ഒരു 24 സെൻറ്റിമീറ്റർ 0 to 24 24 അതിൻ്റെ മിഡിൽ പോർഷനും ഞാനൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പുറത്ത് തൊട്ട് മുൻപ് 22 ഒരു മാർക്ക്, ഇവിടെ നിന്ന് 2 മാർക്ക്. ഓക്കെ, ഇവിടെ ഞാനൊരു വര വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ സെൻട്രൽ പോർഷൻ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഈക്വലായി നിൽക്കണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വീതിയാണ് നമ്മുടെ ആ ലൈൻസിനുള്ളത്. അപ്പോൾ ആ ഒരു വീതിയിൽ 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക് നമ്മൾ ഇവിടെയും ഒരു മാർക്ക് കൊടുക്കുന്നു. ഇനി നമുക്കിതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. അത് ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ഏറ്റവും ആദ്യത്തെ ലൈൻ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതേപോലെ ഈ ഭാഗവും നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സെൻട്രൽ പോർഷൻ എന്ന് പറഞ്ഞു. ഈ ഒരു അകലത്തിൽ തന്നെ ഇവിടെ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഒരുപാട് ലോങ് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യാം. സെൻറ്റർ അപ്പോൾ നമ്മൾ ഈ കാണുന്ന കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സ് കൂടി ജോയിൻ ചെയ്താൽ മതി. ഈക്വലി ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി. എളുപ്പത്തിൽ വരയ്ക്കാനായിട്ടാണ് പറഞ്ഞത്. ഇപ്പുറത്തേക്കും അതേപോലെ ജോയിൻ ചെയ്യാം. ഷേപ്പ് ആക്കുമ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം വന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും അതിനൊരു 3 പാർട്ടാക്കുന്നുണ്ട്. ഇവിടെയും 3 പാർട്ട്, ഇതിനെയും 3 പാർട്ട്, ഏതാണ്ട് ഒരു ഈക്വൽ വരാവുന്ന രീതിയിൽ ഒരു 3 ഭാഗമായി. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു 3 പാർട്ടാക്കി ഞാൻ തിരിക്കുന്നത്. ഓക്കെ,
ഇപ്പോൾ നമ്മൾ ആ കിരീടത്തിൻ്റെ ഉള്ളിലെ 3 ലൈൻസായി. ഇതിലൊരു കളറ്, ഇതിൽ വൈറ്റ്, ഇതിൽ വീണ്ടും കളർ വരുന്നത്. ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ മണിമാല എന്നുള്ള ഡിസൈൻ കൊടുക്കുന്നത്. അപ്പോൾ മണിമാല വരാനായിട്ട് നമ്മളൊരു ലൈറ്റായിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ആ മണിമാലയുടെ ഏറ്റവും നടുവ്, ഇവിടുന്നാണ് സെൻട്രൽ പോർഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നായിട്ട് നമ്മളൊരു ചെറിയൊരു ഡിസൈൻ കൊടുക്കും. ഈ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞാൽ എൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളിങ്ങനെ ഒരു ഡിസൈനും കൊടുക്കുന്നു. സെയിം തന്നെ പുറത്തോട്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇതിനെ തുടർന്നാണ് നമ്മൾ മണിമാല വരയ്ക്കുന്നത്. അപ്പോൾ മണിമാല വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചതുപോലെ മാക്സിമം അകലം കീപ്പ് ചെയ്ത്, ഒരേ അകലം കീപ്പ് ചെയ്തുകൊണ്ട് ഒരേ എണ്ണത്തിൽ വരയ്ക്കാൻ ശ്രമിക്കുക. എണ്ണമാണ് നമുക്ക് മണിമാലയോടെ കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഈ സൈഡിലേക്കും വരയ്ക്കാം. നമ്മൾ ലൈൻ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് പേപ്പർ ആണെങ്കിൽ നമുക്കിങ്ങനെ തിരിച്ച് വരയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു ചുമരൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതേ ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആ സൈഡിലേക്കുള്ള മണിമാലയും വരയ്ക്കണം. 1 2 3 4 5 6 7 9 10 11 12 13 14 15. അപ്പോൾ നമുക്ക് അളവെടുത്ത് വരച്ചുകൊണ്ട് കറക്റ്റ് അളവിൽ, ഒരേ അളവിൽ മണിമാല ഇവിടേക്ക് 15 എണ്ണം, ഇവിടേക്ക് 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു കിരീടത്തിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ഔട്ട്ലൈനിങ് ആയി. ഇനി നമ്മൾ ലാസ്റ്റ് ബ്ലാക്ക് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കട്ടിങ് കൂടെ കൊടുക്കും, ഒരു ബ്ലാക്ക് അല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏരിയ ഇതാണ് വൈറ്റ് ഏരിയ. ഇതിൽ കളർ വരും, ഇതിൽ കളർ വരും, ഇതിൽ കളർ വരും. അപ്പോൾ ആ കട്ടിങ് കൂടെ നമുക്ക് കൊടുക്കാം. അതും ഈ പറഞ്ഞ രീതിയിൽ ഈക്വലായി പോകാൻ ശ്രമിക്കുക. അതാ ഇതിൻ്റെ ഇതനുസരിച്ച് ഉള്ളിലേക്കും പുറത്തേക്കായിട്ട് ഡിസൈൻ കൊടുക്കും. ഇങ്ങനെയാണ് ആ ഡിസൈൻ വരിക. അപ്പോൾ ഇത് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് നമ്മൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇത്തിരി കടുപ്പത്തിൽ വരച്ചു. നമ്മൾ ക്യാൻവാസിലൊക്കെ വരയ്ക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വരയ്ക്കും. പിന്നെയുള്ള കറക്ഷൻസ് നമ്മൾ ഔട്ട്ലൈൻ ഇടുമ്പോൾ നമ്മൾ ചെയ്യണ പതിവ്. അപ്പോൾ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക.